ഹലോ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അങ്ങനൊന്നും പറയണ്ട. ഞാനേ എന്താ പറയുക ഞാനിപ്പോൾ പുറത്ത് പോയി വന്നതേനെ. അത് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ പുറത്ത് പോയി വന്ന് ഇപ്പോൾ നല്ല വേർക്കുണ്ട്. അപ്പോൾ പുറത്ത് പോയി വന്നതാണ്. അപ്പോൾ ഞാൻ വേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മാറ്റിയിട്ട് എനിക്ക് വേറെ മാറ്റാനൊന്നും വയ്യ. കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ, സാറില്ല. അപ്പോൾ അതേ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് അതാട്ടെ. ഞാൻ അപ്പോൾ ജസ്റ്റ് പുറത്ത് പോയപ്പോൾ അതേ മോതിരിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മറ്റേ കിലിക്കുണ്ട്, പിന്നെ വാച്ച്, പിന്നെ ഈ ഡ്രസ്സ്, പിന്നെ ഫുള്ളൊന്നും കാണിക്കാൻ വയ്യ. ഫുള്ള് ഇനിയിപ്പോൾ നീച്ചത് കട്ടുമലയായിരിക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ മോൾ നീച്ചെന്നാൽ ശരിയാവും. ഇങ്ങനെ ഇതൊരു സൈസ് പർദ്ദയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഒരു പർദ്ദ വെട്ടിയിട്ട് കൈ വെട്ടിയിട്ട്, പണ്ടത്തെ പർദ്ദയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ കൈ ഇങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നല്ലേ, മുമ്പത്തെ വീഡിയോയിലൊക്കെ എന്തൊക്കെ ഓക്കേനി അതിപ്പോൾ പറയാനായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മെമ്മറീസാണ്. എൻ്റെ ഫയലിലുള്ള എൻ്റെ ചില അത്ഭുത സാധനങ്ങളുണ്ട്. അതായത് ഞാൻ കുറച്ച് ശേഖരണം കൂടുതലാണ് എൻ്റെ പണ്ടത്തെ ചെറിയ ചെറിയ തിങ്സൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചത് ഞാൻ ശേഖരിച്ച കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പം ആദ്യം ഫയലായിട്ടത് ഓരോന്ന് എടുക്കുകയാണ്. എന്താ അറിയോ, ഇതാണ് നമ്മളെ പാസ്ബുക്ക്. നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാനും വരാനും വേണ്ടിയിട്ട് ഉള്ള പാസ്ബുക്കാണ് ഉള്ളതാണ്. വയനാട് കോളേജിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇങ്ങനത്തെ ഒന്നും കൂടി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എൻ്റെ കുടുംബക്കാരെ വീട്ടിൽ ഞാൻ പോയിനി. അങ്ങനെ ഹയാല് നമ്മളെ കോളേജിൽ പരിപാടി ഉണ്ടായിന്. എല്ലാ വർഷവും ഉണ്ടാവും. അപ്പം അതിലുള്ള ഒരു ഞാൻ അവിടെ നിന്ന ടൈമിലുണ്ടായ പരിപാടിൻ്റെ സമയത്തുള്ള ഐ ഡി കാർഡാണ്. 20 yearsനുള്ള ഐഡൻറ്റി കാർഡാണിത്. ഞാൻ അല്ലായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ അവിടെ അറിയുന്ന ഒരു താത്തൻ്റെ എടുത്ത് മാറ്റിയതാണ്. എനിക്കിങ്ങനെ എടുത്തു വെക്കാനും വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ പുലത്തെ പരിപാടി ഉണ്ട്. എനിക്ക് ചെറിയൊരു ഡയറി ഇട്ടിട്ട് ഞാൻ എത്രയൊക്കെ ഞാനതിൽ കാട്ടിക്കൂട്ടി. വെറുതെ കുറേ ഓട്ടോഗ്രാഫും പിന്നെ കുറേ പൈങ്കിളി ഭജനങ്ങളില്ലേ, മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തന്ന് ഓർക്കാൻ പറ്റാത്ത ഇടത്തേക്ക് നീ പോകുമ്പോൾ മരിക്കുകയാണ് എൻ്റെ ഹൃദയം. അത് ഇതൊക്കെ ഞാൻ എഴുതിയതാ. പിന്നെ അതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടോ, ചങ്കിടിപ്പ് തീരും വരെ ചങ്കിൽ കൊണ്ട് നടന്നോട്ടെ എന്നൊക്കെ. ചീഞ്ഞ കണ്ണീര് വരുമ്പോൾ ഓർക്കണം, മഞ്ഞ പോലെ ഉരുണ്ടി നിൽക്കുന്ന നിന്റെ മൂക്കിൽ നിന്ന്. ജീവിതം എന്താണ് ജീവിതം സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് നന്മ കൊണ്ട് റീചാർജ് ചെയ്യും. ഫ്രഷ് ഓൾ ഫ്രണ്ട്സ് ആർ ഗോൾഡ്, ന്യൂ ഫ്രണ്ട്സ് ആർ ഡയമണ്ട്സ്. നിന്റെ കൂടെ പിറക്കാൻ ഇവിടെ പിറപ്പായി കൂട്ടിന് ഞാനുണ്ട്. നിന്റെ കൂടെ പിറക്കാൻ പിറപ്പായി കൂട്ടിന് ഞാനുണ്ട്. അതെന്താ സംഭവം? ഞാനല്ലേ എഴുതിയ, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. നമുക്ക് വല്ല ഡിപ്രഷൻ അടിക്കുമ്പോഴോ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ ഇതെടുത്ത് നോക്കിയാൽ മതി. ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. എല്ലാം ചുറ്റിയൊക്കെ ഇട്ടീനി. അത് മനസ്സിൽ കോളായി. പിന്നെ വേറെന്താ, വേറൊരു സംഭവം ഉണ്ട് മക്കളെ. ഇതിൻ്റെ കോളേജ് പഠിക്കുമ്പോഴുള്ള ലൈബ്രറി കാർഡ് കേട്ടോ പോയി. പിന്നെ 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മളെ ന്യൂ ഇയർ ഫ്രണ്ട് നമ്മളെ തിരഞ്ഞെടുക്കുമല്ലോ. എന്താ ഷാളെന്താ കൊള്ളൂലേ. ന്യൂ ഇയർ ഫ്രണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആളെ നമുക്കറിയാം, പക്ഷെ നമ്മളാർക്കാ കിട്ടിയ നമുക്കറിയില്ലല്ലോ. അങ്ങനെ എനിക്കൊരു എൻ്റെ ക്ലാസ്സിലുള്ള ഒരു സക്കരിയാന്ന് പറഞ്ഞുള്ള ഒരു ചെക്കൻ കണ്ണിനെ കിട്ടിയത്. ഉണ്ട് ഇത് എനിക്ക് തിന്നതാ. എന്താ എഴുതിയത്? എന്താണ് 2015 ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കണേ. എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ബൈ സക്കറിയ. എൻ്റെ പൂവൊക്കെ വരച്ചിട്ട് അവൻ്റെ മുഖം പോലും നിച്ചല്ല. ഇത് എൻ്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടോ, അത് വേറെ ഇതാണ്. ഇത് ഹോസ്റ്റലിലത്തെ തന്ന മുബീനത്താന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ മുബീനത്തിനെ ഞാൻ നല്ല സ്വപ്നം കണ്ട്. പിന്നെ അതെ
ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പം പാറൊന്നും ആതിര സംഭവമുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഞാൻ ഒരിക്കലും ഇത് കളയൂല, എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹാൻഡ് മെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഹാൻഡ് മെയ്ഡായിട്ട് എനിക്ക് തരുന്നത് ഞാൻ അങ്ങോട്ട് കൊടുക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ 8ാം ക്ലാസ്സിൽ 9ലും 10ലും പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിമിഷ എന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും എന്താ പറയുക, ഒരു നല്ല മെമ്മറീസ് ഇനി അതൊക്കെ. ഓൾ എനിക്ക് തന്ന ഗിഫ്റ്റ് കേട്ടോ, എൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിന് തന്നത് ഓൾ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നത്. ഓൾ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കരമാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മുഖം ചെറുപ്പത്തിലുള്ള എൻ്റെ മുഖം കണ്ട ഇതൊന്നല്ല, അതിനേക്കാളും മേലെ ഉണ്ട്. ആ ഫോട്ടോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആൻസർ ഷീറ്റ് എൻ്റെ കോളേജ് പഠിക്കുമ്പോഴുള്ള ആൻസർ ഷീറ്റാണിത്. 120ൽ 27 മാർക്ക്. അറബി എഴുതണ്ടാമോ തെറ്റാ എന്താ തീരാ ഞാൻ അറബിക്ക്. ഇത് ബർത്ത്ഡേക്ക് തൂക്കണ സാധനം ഇതിൻ്റെ താത്തൻ്റെ മോള് ഉണ്ടാക്കി തന്നതാട്ടോ. ഇടയ്ക്ക് ചെയ്ത് തരുന്നതാണ്. നിറമീനാന്ന് തിരിച്ചു എന്തോ തൂക്കി അങ്ങനെയൊക്കെ ഉണ്ടാവും എടുക്കട്ടെ. അതായത് ഹിലാമുക്ക് ഓല് കൊടുത്തതാണ്. താത്താൻ്റെ 2 മക്കളുണ്ട്, ഓല് കൊടുത്തതാണ്. ഓളെ ബർത്ത്ഡേ, ഹിലാമുൻ്റെ ബർത്ത്ഡേ കേട്ടോ. നമ്മള് വാങ്ങണതല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതിനായിട്ടുള്ള ടൈം കണ്ടെത്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ പരിശോധിക്കാം മതി, അതൊക്കെ കാണിച്ചാൽ എൻ്റെ കല്യാണക്കത്താണത്. അറിയൂടുണ്ട് ഇങ്ങനെ കേട്ടാ മോഡലാണ്. പിന്നെ ഞാൻ എഴുതിയ പാട്ടാണ് കണ്ടോ, ഞാൻ എഴുതിയ പാട്ടാണ്. എൻ്റെ റാപ്പാണിത്, റാപ്പ്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും വായിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ജസ്റ്റ് എനിക്കിഷ്ടായി ഇങ്ങനെ ഞാൻ വരച്ച് വെച്ചതാണ്. ഇക്കാക്കൻ്റെ ഒരു ഫ്രണ്ട് വരച്ചു കൊടുത്താണ് കാക്കനെ ഇനി. പിന്നെ അതെ എനിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ട് വരച്ചു തന്നാട്ടോ. പിന്നെ അങ്ങനെ ഫിനിഷിങ്ങും പിന്നെ ഉള്ളതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറേ മൊമെന്റ്സ് ആണ്, അത് പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ തലയിലല്ലേ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഞാൻ ഇക്കാക്കിൻ്റെ മുടി വെട്ടി ഗായ്സ്. ഈ മുമ്പ് വെട്ടി കൊടുത്തിട്ടുണ്ട്. മുമ്പ് മൊത്തത്തിൽ ഞാൻ എത്ര വട്ടം വെട്ടി, 3-ാമത്തെ വട്ടമാണ് ഞാൻ വെട്ടണത്. സെറ്റായി വരുന്നുണ്ട്. പിന്നെ എൻ്റെ വല്യാപ്പൻ്റെ തല ഞാൻ തന്നെയാണ് മുട്ടടിക്കലാക്കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ട്. കൊടുക്കാല്ലേ ഞങ്ങളെ മുടി വെട്ടിൻ്റെ വീഡിയോ നിർത്തിയിരുന്ന കണ്ടോ, ഞാൻ വെട്ടിയതാ. കണ്ട ആരും പറയോ നിർത്തിയിരുന്നൊക്കെ കണ്ടാ, ഞാൻ വെട്ടി കൊടുത്താണ് മക്കളെ സീന്. അപ്പൊ അതെന്താണ്, അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്.